രാവിലെ പ്രദേശത്തെ നാട്ടുകാരാണ് ജനവാസ കേന്ദ്രത്തിൽ 2 കാട്ടാനകളെ കണ്ടത്. പായം UP സ്കൂളിന് പിന്നിൽ നിലയുറപ്പിച്ച കാട്ടാനകളെ പടക്കം പൊട്ടിച്ച് കാട് കയറ്റാനായിരുന്നു ശ്രമം. ഒരു ആനയെ പുഴക്കരയിലെത്തിച്ചു. മറ്റൊരാന ജനവാസ കേന്ദ്രത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കാട്ടാനകൾ ഇറങ്ങിയ പഞ്ചായത്തിൽ പായം UP സ്കൂളിനും വട്ടിയറ LP സ്കൂളിനും അവധി നൽകി. ഇതിനിടെ പായം ജബ്ബാർ കടവ് പാലത്തിനടുത്ത് വെച്ച് ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ ആനയുടെ മുന്നിൽപ്പെട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിന് പരിക്കേറ്റു. പ്രദേശവാസിയായ സനീഷിനാണ് പരിക്കേറ്റത്. അതേസമയം ആറളം ഫാമിൽ നിന്ന് വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ നിരീക്ഷണം ശക്തമാക്കണമെന്ന് സ്ഥലത്തെത്തിയ സണ്ണി ജോസഫ് MLA ആവശ്യപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഇത് വന അതിർത്തിയിൽ കുറച്ചുകൂടി കാവല് ആന മതില് പണി നടക്കുന്നുണ്ടെങ്കിൽ പോലും ആ പണിക്ക് വേണ്ടത്ര വേഗത പോരാ. മതിലെത്രയും വേഗം പൂർത്തീകരിക്കാനും മതിലിൻ്റെ 2 സൈഡിലും അതിന് കണക്ടിവിറ്റി ഉണ്ടാക്കാനും സാധിച്ചില്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഇതുവരെ അപകടം ഉണ്ടായില്ല. പക്ഷേ കഴിഞ്ഞ 2 അനുഭവങ്ങളുണ്ട്. ഒരിക്കലിൽ ടൗണിൽ ആന ഇറങ്ങിയപ്പോഴാണ് ടൗണിനടുത്തൊരാൾ മരണപ്പെട്ടത്. പെരിങ്കരിയിലെ പള്ളിയിൽ പോകുന്ന ജസ്റ്റിനാണ് വെളുപ്പിന് 7 മണിക്ക് ആനയുടെ മുമ്പിൽ ഭാര്യ സഹിതം ബൈക്കിൽ പൊട്ടുപോയത് ജസ്റ്റിൻ്റെ മരണത്തിനിടയാണ്. സീ മലയാളം ന്യൂസ്, കണ്ണൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.